ഹലോ. ഞാൻ ഓർക്കുമായിരുന്നേ, എന്തൊക്കെ അഭ്യാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. രാവിലെ എല്ലാവരും നല്ല തിരക്കിലായിരിക്കുമല്ലേ, ജോലിക്ക് പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. കുറച്ചു നേരം പതിവില്ലാതെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കി നിന്ന് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ദൈവം തമ്പുരാനോട് നന്ദി പറയേണ്ടത്. നല്ലൊരു കെട്ടിയവനെ കിട്ടി, മക്കളെ കിട്ടി, ഫാമിലിയെ കിട്ടി, സഹോദരങ്ങളെ കിട്ടി, ബന്ധുക്കളെ കിട്ടി, ഒപ്പം നിൽക്കുന്ന ചിലരെ കിട്ടി, അത്യാവശ്യം കഞ്ഞി കുടിച്ച് പോകാനുള്ള ആരോഗ്യവും സമ്പാദിക്കാനുള്ള അറിവും കിട്ടി. ഇനി എന്തെങ്കിലും അധികമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അധിക പ്രസംഗമാവില്ലേ. പോരായ്മകളൊക്കെ ഉണ്ട്, എന്നാലും ദൈവം ഓരോ ദിവസവും നടത്തുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു സമാധാനമല്ലേ. ഞാനങ്ങനെ ഞങ്ങളുടെ തിരക്കുകളിലേക്ക് കിടക്കണം കേട്ടോ. രാവിലെ തന്നെ ചപ്പാത്തി തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ട് കഴിക്കണം, നല്ല ടേസ്റ്റാട്ടോ. ഇതൊക്കെ അമ്മ പഠിപ്പിച്ച കുറച്ച് ശീലങ്ങളാണ്. അലർജി കാരണം കുറച്ച് അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് തന്നെ മെനക്കെടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഉച്ചത്തേക്ക് തക്കാളി ചോറാക്കി. അതാകുമ്പോൾ 2 മുട്ട ഓംലെറ്റ് അടിച്ച് കഴിഞ്ഞാൽ മക്കൾക്കും കുശാലി, ഞാനും ഹാപ്പിയായി. അങ്ങനെ കാര്യം നിസ്സാരമായിട്ട് ഒതുക്കിയിട്ട് ബാക്കി പണികളൊക്കെ നമുക്ക് പതിവ് പോലെ ചെയ്യാനുണ്ടല്ലോ. എൻ്റെ വീഡിയോസിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം പാത്രം കഴുകലാണ്. കാരണം അതൊരു നമുക്ക് മെനക്കേടുള്ള പണിയാണേലും അടുക്കള ഒതുങ്ങിയ വീട് ഒതുങ്ങിയെന്നാണ് പറയാറ്. അതുകൊണ്ട് തന്നെ ബാക്കി എന്ത് ജോലികളുണ്ടെങ്കിലും ഞാൻ അടുക്കള ആദ്യം ക്ലീനാക്കി വെക്കാൻ ശ്രമിക്കും. കാരണം അത് കാണുമ്പോൾ തന്നെ ഒരു മോട്ടിവേഷനാണ് അടുത്ത ജോലികൾ ചെയ്യാൻ മാനസികമായി തയ്യാറെടുക്കുന്നതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത് വേഗം കഴിഞ്ഞ് ഞാൻ മേലേക്ക് കയറി കേട്ടോ. അപ്പടി പൊടിയും മണ്ണും ഒക്കെയാണ്, ആരുമില്ലാത്തത് കൊണ്ട്. അപ്പം കുക്കറിൽ ചോറാവട്ടെ, ആ സമയം കൊണ്ട് നമുക്കിവിടെ തൂത്ത് ഒതുക്കാമല്ലോ. എബ്രൂസ് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. എബ്രൂസ് ഇല്ലാത്തൊരു പണിയില്ല. അങ്ങനെ ചോറായി, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുമുണ്ട്. അത് മക്കൾക്ക് കൊടുത്തിട്ട് വേണം ഇനി അടുത്ത പണിക്ക് പോകാനായിട്ട്. 2 മുട്ടയും പൊട്ടിച്ച് ഓംലെറ്റായിട്ട് സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയായി. ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു കംപ്രഷനോ ഒന്നും വേണ്ട കേട്ടോ. 2 പേരും തന്നെ കഴിച്ചോളും. ബാക്കിയുള്ള ഭക്ഷണമൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കമാൻഡ് ചെയ്ത് ബുദ്ധിമുട്ടണം. അവരങ്ങനെ താഴെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം നോക്കി ഞാൻ ബാക്കി തുടയിൽ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. കുറച്ച് നാളെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒട്ടും പോസിറ്റീവ് അല്ലാത്ത സമയത്ത് പോസിറ്റിവിറ്റി കൊണ്ടുവരാനുള്ള എൻ്റെ ശ്രമങ്ങളൊക്കെയാണ് കേട്ടോ. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ.